ഹലോ ഗൈസ്, എമ്പുരാൻ എന്ന സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു സ്പോയിലർ റിവ്യൂ ആണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. സ്പോയിലർ റിവ്യൂ മാത്രമല്ല, സിനിമയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസും പിന്നെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സിനിമ എന്തുകൊണ്ടാണ് കൂടുതൽ നെഗറ്റീവ് റിവ്യൂസും ഒക്കെ വരുന്നത് എന്നുള്ള പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ഊഹവും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഡീകോഡിംഗ് ഒന്നുമല്ല, പക്ഷെ ചെറിയൊരു ഡീകോഡിങ്ങും ഈ വീഡിയോയിൽ നടക്കുന്നുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ സിനിമ ഒരു ലൂസിഫറിൻ്റെ കഥ കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തിന് ശേഷമാണ് നടക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയിലെ മെയിൻ വില്ലൻ ആരാണെന്ന് പടം കണ്ടതൊക്കെ എല്ലാവർക്കും അറിയാം. മറ്റേ ഈ ഒരു അഭിമന്യു സിംഗിൻ്റെ ക്യാരക്ടർ തന്നെയാണ് മെയിൻ വില്ലനായിട്ട് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മുന്ന എന്ന ഒരു ക്യാരക്ടറിനെയും വില്ലനായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ കബൂക എന്ന ക്യാരക്ടർ വില്ലനായിട്ട് വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പ്രധാനപ്പെട്ട വേറൊരു വില്ലൻ വരുന്നുണ്ട്. ഈ വില്ലൻ്റെ പേരെല്ലാവരും എന്താ പറയാത്തതെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. നമ്മുടെ മെയിൻ വില്ലനായിട്ടുള്ള ടൊവിനോ എന്ന് പറയുന്നത് ഈ ഒരു വില്ലന്മാരുടെ അത്രയ്ക്കായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വില്ലന്മാരെ വെച്ച് നോക്കുമ്പോൾ ഒരു പൂർണ്ണമായുള്ള വില്ലനല്ല, ഒരു ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ബോബിയുടെ ഒരു ലൈറ്റ് വെർഷനായിട്ടാണ് ഇതിൽ നമ്മുടെ ടൊവിനോൻ്റെ ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവൻ്റെ കഥാപാത്രം നമുക്കറിയാം, ഈ ഒരു ASM എന്ന പാർട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൊവിനോൻ്റെ ക്യാരക്ടർ ഏറ്റവും അവസാനം നല്ലവനായോ ചീത്തവനായോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മോഹൻലാലിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് ഏറ്റവും അവസാനം, നിനക്ക് 2 ചോയ്സ് ഉണ്ട്, വേണമെങ്കിൽ നിനക്ക് നല്ലവനായിട്ട് തന്നെ ഈ പാർട്ടി ഭരിച്ചൊക്കെ ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് പിന്നെയും ഈ പരിപാടി തുറന്നു പോകാം. പക്ഷെ ഇപ്പോൾ പരിപാടി തുറന്നു പോകാനാണ് പ്ലാനെങ്കിൽ ഞാൻ നിന്നെ ബാക്കി വെച്ചേക്കില്ല എന്നുള്ള രീതിയാണ് സ്റ്റീഫൻ പറയുന്നത്. അതിനുശേഷം ഈ ഒരു സ്റ്റീഫൻ അല്ല, ശരിക്കും ഖുറൈശി എബ്രഹാം, 2 പേരും ഒരാളാണല്ലോ. അപ്പം ഈ ഒരു ഖുറൈശി എബ്രഹാം അവനെ ഹെലികോപ്റ്റർ കയറ്റി പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് നമ്മുടെ റിക്യൂൺ അവനെ ഫോൺ വിളിക്കുന്നതും കബൂക്കേൻ്റെ ബ്രദറിനെ പോലെയായിരുന്നു. കബൂക്കേനെ നമ്മുടെ ലാലട്ടൻ കൊല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു കബൂക്ക എനിക്ക് ബ്രദറിനെ പോലെ ആയിരുന്നു, നീ എൻ്റെ ബ്രദറിനെ കൊന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നിൻ്റെ ഒരു ബ്രദറിനെ കൊല്ലാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടനാണെങ്കിൽ പൃഥ്വിരാജിനെ നോക്കും. അപ്പോൾ പൃഥ്വിരാജിനെ നോക്കുമ്പോൾ പൃഥ്വിരാജിനെ ശരിക്കും കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ശരിക്കുള്ള ബ്രദറായിട്ടുള്ള നമ്മുടെ ജിതിനെ ആയിരിക്കും കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ജതിൻ രാമദാസ് എന്ന കഥാപാത്രം അവിടെ വെച്ച് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്. ശരിക്കും ആ ഒരു സീൻ അധികം പേര് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ടൊവിനോൻ്റെ ക്യാരക്ടർ മരിച്ചോ തരത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് തിയേറ്ററിൽ. ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടി. അപ്പം ആ ഒരു ക്യാരക്ടറിനെ, ഈ ഒരു ടൊവിനോൻ്റെ ക്യാരക്ടറിനെയാണ് അവിടെ കൊന്നു കളയുന്നതായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം ക്ലൈമാക്സിനെ വെച്ച് പറയുകയാണെങ്കിൽ ക്ലൈമാക്സിൽ L3 ബിഗിനിങ് എന്ന രീതി കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു റിക്യൂൺ എൻ്റെ ഫ്ലാഷ് ബാക്കിനെ വെച്ചിട്ടൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരെയാണ്ട് പറഞ്ഞു വിടുന്ന പോലെയാണ് എന്താണ് കാണിക്കുന്നത്. ഈ ഒരു തിയേറ്ററിൽ ഒരു പ്രാവശ്യം കണ്ടതിൻ്റെ ഓർമ്മയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പല തെറ്റുകളും ഉണ്ടായിരിക്കാം. OTTയിൽ വന്നിട്ട് വിശദമായിട്ട് ഞാൻ അതിനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, പറ്റുമെങ്കിൽ ചെയ്യാം. OTTയിൽ എത്ര സീൻസ് കട്ട് ചെയ്ത് കളയുമെന്ന് അറിയില്ലല്ലോ. ആ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റീഫൻ്റെ ഫ്ലാഷ് ബാക്ക് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ റാവുത്തർ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ തലവനെയാണ്ട് ആക്രമിച്ചിട്ട് അവിടേക്ക് അവനെ തല്ലാൻ വേണ്ടിയിട്ട്, ഈ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിനെ തല്ലാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. സ്റ്റീഫൻ തന്നെയാണോ അതോ ഇനി വേറെ വല്ല കഥാപാത്രം സ്റ്റീഫൻ്റെ അച്ഛനാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റീഫനെ കൊല്ലാൻ വേണ്ടി കുറേ പേരൊക്കെ വരുന്നു. അപ്പോൾ സ്റ്റീഫൻ 1985 ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സ്റ്റീഫൻ വരുമ്പോൾ സ്റ്റീഫനാണെങ്കിൽ എന്നെ അടിച്ചിടുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഫ്ലാഷ് ബാക്ക് ചെയ്തിട്ടുള്ളത് പ്രണവ് മോഹൻലാലാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം ചെറിയൊരു സീനാണ് പ്രണവ് മോഹൻലാലുള്ളത്. അപ്പോൾ പ്രണവ് മോഹൻലാലാണ് അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഫ്ലാഷ് ബാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രണവ് മോഹൻലാൽ ഈ ഒരു ഇവരിനെയൊക്കെ അടിച്ചിട്ടിട്ട് വാടാ എന്ന് പറയുന്നിടത്താണ് ഈ ഒരു സിനിമ കഴിയുന്നതെന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു സിനിമ കുറേ പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുള്ളൊരു കാരണം കൂടിയാണ് ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. കാരണം ഈ ഒരു സിനിമ ഈ ലൂസിഫറായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഒരേ ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു. അതായത് അത് എല്ലാം ഏകദേശം ഒരു ബേസിലൂടെ ആയിരുന്നു അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഒരു അടിത്തറ എല്ലാത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയെ വെച്ച് പറയുകയാണെങ്കിൽ തട്ടിക്കൂട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനൊരു സെറ്റിംഗ് ആണ്, ഒരു ബിൽഡിങ് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. എല്ലാം സെറ്റ് ചെയ്ത് വന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മോഹൻലാലിൻ്റെ മാസ് സീൻസ്, അതുപോലത്തെ സിനിമയുടെ ബാക്കിയുള്ള കമേഴ്ഷ്യൽ എലമെൻറ്റ്സ്, അതൊക്കെ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി മറന്നുപോയി. പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഈ ഒരു മിഡിലായിട്ടുള്ള വരുന്ന ഒരു സംഭവമാണ്.
അതായത് L1 അല്ലെങ്കിൽ ലൂസിഫർ എന്ന സിനിമയ്ക്കും അതുപോലെ തന്നെ L3 ഇടയിൽ വരുന്ന ഒരു ചെറിയൊരു കഥ അല്ലെങ്കിൽ ചെറിയൊരു സിനിമയാണിത്. ആ ഒരു സിനിമ എങ്ങനെ ഈ ഒരു L3 കണക്റ്റ് ആവുന്ന, അങ്ങനെയാണ് ഈ ഒരു ഫ്രാഞ്ചൈസ് മൊത്തത്തിലെല്ലാം പോകുന്നത്. L3 കൂടി വന്നാൽ മാത്രമാണ് ഈ ഒരു സിനിമയിലെ പല കാര്യങ്ങൾക്കുമുള്ള വ്യക്തത നമുക്കുണ്ടാവുള്ളൂ. ലൂസിഫർ എന്ന സിനിമ നമുക്ക് എടുത്തു നോക്കാം. അതൊരു ക്ലാസ് പ്ലസ് മാസ് സിനിമയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയും എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ലൂസിഫർ എന്ന സിനിമയിൽ നമ്മൾ ഒരേ ഒരു വേൾഡ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് സ്റ്റീഫൻ്റെ കേരളത്തിലത്തെ ആ ഒരു ലോകം മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ക്ലൈമാക്സിക്കൊക്കെ എത്തുമ്പോഴാണ് മുംബൈയിൽ മറ്റേ ഏതാണ്ട് ഒരു ബാറിൽ പോയിട്ട് മറ്റേ റഫ്താറ സോങ്ങും അതുപോലെ തന്നെ മറ്റേ ബോബീനെ പോലെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അവിടെ ക്ലൈമാക്സിലാണ് ഈ ഒരു ഖുറൈഷി അബ്രഹാമിനെ റിവീൽ ചെയ്യുന്ന ആ സീനും. അതുകൊണ്ട് തന്നെ ആ സിനിമ എല്ലാവർക്കും കണക്റ്റ് ആവും. ഖുറൈഷി അബ്രഹാമിൻ്റെ സ്റ്റോറിയൊന്നും അതിൽ കാണിക്കുന്നില്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം നല്ല രീതിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഈ ഒരു സിനിമയിൽ 3 വേൾഡുകളാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കഥ എന്ന് തന്നെ പറയുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ പ്രതികാരമാണ്. ഇതിൽ കുറേ ലെയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഒന്ന് പുറത്തുനിന്ന് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രതികാര കഥയാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ലൂസിഫർ എന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പ്രതികാര കഥയൊന്നുമില്ല. അത് മറ്റേ ബോബി എന്ന ക്യാരക്ടർ ഒരു ഡക്കാർട്ടിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനെ സ്റ്റീഫൻ നെടുമ്പള്ളി തടയുന്നു. ഒരു സിമ്പിളായിട്ടുള്ളൊരു കഥയാണെങ്കിൽ പോലും വളരെയധികം മനോഹരമായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലും അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം കൊഴിഞ്ഞു പറഞ്ഞ് ഒരു രീതിയായി പോയെന്ന് മാത്രമേ ഈ സിനിമയെ വെച്ചിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഇവർക്ക് ഈ ഒരു പ്രതികാര കഥയും ആവിഷ്കരിക്കണം, അതുപോലെ തന്നെ ഖുറൈഷി അബ്രഹാമിൻ്റെ ആ വേൾഡ് ആവിഷ്കരിക്കണം. ഇതെല്ലാം കൂടി ആയപ്പോൾ ചില പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് L3 കൂടി കണ്ടാലാണ് ഇതിൻ്റെ കഥ കറക്റ്റായിട്ട് അങ്ങ് പിടികിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈ സിനിമ കാണുക. അപ്പോൾ ഈ സിനിമ ഇനി കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുക. കാരണം കുറേയധികം സീൻസ് കട്ട് ചെയ്ത് കളയാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ വേഗം തന്നെ ആൾക്കാർ എല്ലാവരും കാണുക. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ എന്ന ഈ സിനിമ. ലൂസിഫറായിട്ട് എല്ലാവർക്കും ഈ സിനിമ കമ്പയർ ചെയ്യാം. പക്ഷേ ആ ലൂസിഫർ എന്ന സിനിമയുടെ ആ വേൾഡ് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ലൂസിഫർ എന്ന സിനിമ ഒരു നെടുമ്പള്ളി അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു കഥയാണെങ്കിൽ ഇത് 3 ഡിഫറെൻറ്റ് വേൾഡ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ സെയ്ദ് മസൂദിൻ്റെ വേൾഡ്, അതുപോലെ ഖുറൈഷി അബ്രഹാമിൻ്റെ ആ ഒരു വേൾഡ്, പിന്നെ അതുപോലെ തന്നെ കേരളത്തിലത്തെ കുറച്ച് പാർട്ടി സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ 3 വേൾഡും നമ്മൾ സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമ അവിയിൽ വരുവായി പോയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറേ പേർക്ക് ചോദിക്കുന്നത്. എനിക്ക് ഈ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ ഉറപ്പായിട്ടും കാണുക. കാരണം ഈ ഒരു സിനിമ എത്ര ദിവസം ഇങ്ങനത്തെ കട്ടില്ലാതെ തന്നെ ഉണ്ടാകുമെന്നറിയില്ല. പെട്ടെന്ന് തന്നെ ഈ സിനിമ കട്ട് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് സിനിമ കാണുക പെട്ടെന്ന് തന്നെ. ആ കട്ട് ചെയ്യാൻ പോകുന്ന സീൻസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പടത്തിലത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സീൻസ്. ഒരു നോർമൽ റിവെഞ്ച് സ്റ്റോറിയിൽ നിന്ന് ഒരു കുറച്ചുകൂടെങ്കിലും ഒന്ന് വ്യത്യസ്തമാകുന്നത് ആ ഒരു ഗുജറാത്ത് കലാപത്തിൻ്റെ ആ ഒരു സീക്വൻസൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ എമ്പുരാൻ്റെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ എൻ്റെ ഈ സിനിമ പറ്റിയുള്ള ഒരു സ്പോയിലറായിട്ടുള്ള ഒരു അഭിപ്രായവും കൂടി ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എമ്പുരാൻ എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.